വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുതിയ സബ്ജക്റ്റ് ആണ് 6th സെമസ്റ്ററിലെ വൺ ഓഫ് ദ കോർ പേപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ്. സോ ECT 306 ആണ് കോഡ് വരുന്നത്, ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ്. സോ ഇതിൽ വരുന്നത് 5 മൊഡ്യൂൾസ് ആണ്. നമ്മൾ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് മൊഡ്യൂൾസ് ഞാൻ ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നിങ്ങൾക്ക് ആസ് യൂഷ്വൽ 150 മാർക്സിലാണ്. അതിൽ 100 മാർക്സ് എക്സ്റ്റേണൽ എക്സാമും 50 മാർക്സ് നമ്മുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതായത് സീരീസ് എക്സാം, അസൈൻമെന്റ്, അറ്റൻഡൻസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 50 മാർക്സ് വരുന്നത്. ബാക്കി 100 മാർക്സ് നമ്മുടെ എക്സ്റ്റേണൽ എക്സാമാണ്. സോ 3 hours ആണ് നമ്മുടെ എക്സ്റ്റേണൽ എക്സാമിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇവാലുവേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് റെഗുലാരിറ്റി ആണല്ലോ, അറ്റൻഡൻസ് 10 മാർക്സ് ആണ് കിട്ടുന്നത്. കണ്ടിന്യൂസ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ 2 സീരീസ് ഉണ്ടാവും, സീരീസ് 1 ആൻഡ് സീരീസ് 2. ഇന്റേണൽ അസസ്മെന്റ് 1ഉം 2ഉം ഉണ്ടാവും. സോ 2 എക്സാമും ഔട്ട് ഓഫ് 25ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ടോട്ടൽ 25ലാണ് നമ്മൾ മാർക്സ് എടുക്കുന്നത്. ദെൻ either അസൈൻമെന്റോ ക്ലാസ് പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലുമാണ് അസൈൻമെന്റ് ഒക്കെ കൊടുത്തിട്ട് ടോട്ടൽ 15 മാർക്സ്. സോ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഔട്ട് ഓഫ് 50ലായിരിക്കും നിങ്ങളുടെ കണ്ടിന്യൂസ് അസസ്മെന്റ് വരുന്നത്. ഓക്കെ, ദെൻ എൻഡ് സെമസ്റ്റർ എക്സാമിൽ അതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മാർക്സിനാണ് നമുക്ക് എൻഡ് സെമസ്റ്റർ എക്സാം വരിക. 100 മാർക്സ്. അപ്പൊ ആ 100 മാർക്സിന് 3 hours ഡ്യൂറേഷൻ ഉണ്ടാവും. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് കൊടുക്കുക. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും, 2 പാർട്ട് ഉണ്ടാവും. ഫസ്റ്റ് പാർട്ടിൽ ഓൾ ക്വസ്റ്റ്യൻസ് ആർ മാൻഡേറ്ററി ആണ്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 10 ക്വസ്റ്റ്യൻസ് ഫ്രം 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ ആയിരിക്കും. അപ്പം ഫസ്റ്റ് പാർട്ടിൽ ഓൾ ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആയിരിക്കും. 10 ക്വസ്റ്റ്യൻസ് 5 മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വീതം 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ഹാസ് 3 മാർക്സ്. ഓക്കെ, പിന്നെ 3 മാർക്സുള്ള സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളെ എസ്സേ പാർട്ടാണ്. എസ്സേ പാർട്ടിൽ മൊഡ്യൂൾ 1 മുതൽ മൊഡ്യൂൾ 5 വരെ സെപ്പറേറ്റ് ആയിട്ട് എസ്സേ കൊടുത്തിട്ടുണ്ടാവും. ഓരോ എസ്സേയിലും, ഓരോ മൊഡ്യൂളിൽ നിന്ന് വരുന്ന എസ്സേയിൽ നമുക്ക് 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യന് കംപ്ലീറ്റ് മാർക്ക് വരുന്നത് 14 മാർക്സ് ആണ്. 14 മാർക്സ് ആണ്. അത് സബ് ഡിവിഷൻ ആയിട്ട് വരാം, 10, 4 ആവാം, അങ്ങനെ ഏത് രീതിയിലും സബ് ഡിവിഷൻസ് വരാം. അപ്പോൾ 14 മാർക്സിന്റെ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് പാർട്ട് ബിയിൽ വരുന്നതാണ്. അത് ഒരു ക്വസ്റ്റ്യന്റെ തന്നെ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ഒരു 10 മാർക്കിന് ഒരു സെറ്റും 4 മാർക്കിന് സെക്കൻഡ് ഓർ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 14 മാർക്കിന്റെ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഒരെണ്ണം അറ്റൻഡ് ചെയ്യുക. ഈച്ച് മൊഡ്യൂളിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 14 മാർക്കിന്റെ കേട്ടോ. അപ്പൊ നമുക്ക് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, 4, 5 എന്ന് 14 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യനും 10 മാർക്കിന്റെ മാൻഡറ്ററി ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടാവുക. ഔട്ട് ഓഫ് 100ലാണ് നിങ്ങളുടെ മാർക്ക് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൊഡ്യൂൾസിനെ വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ്ങിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ഇൻഫർമേഷൻ. മെയിനായിട്ട് ഇവിടെ എൻട്രോപ്പി, സോഴ്സ് ആൻഡ് സോഴ്സ് കോഡിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എൻട്രോപ്പി എന്താ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ എന്താന്ന് പഠിക്കണം. ഇൻഫർമേഷൻ എന്താന്ന് പഠിക്കണം. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. അത് എൻട്രോപ്പി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഏതൊക്കെ ടൈപ്പ് എൻട്രോപ്പീസ് ഉണ്ട്, മ്യൂച്വൽ ഇൻഫർമേഷൻ എന്താണ്, ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അത് തന്നെ 2 പാർട്ടായിട്ട് നമുക്ക് പറയാം. ഇത്രയും പാർട്ട് മെജോറിറ്റി പ്രോബ്ലംസ് ആണ് നമുക്ക് വരാം. ഈ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് സോഴ്സ് കോഡിംഗ് ആണ്. സോഴ്സ് കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് കോഡിംഗ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് കോഡ്സിനെ റെപ്രസെന്റ് ചെയ്യാം, അതൊക്കെയാണ് സോഴ്സ് കോഡിങ്ങിൽ വരുന്നത്. പിന്നെ നമുക്ക് ഹഫ്മാൻ കോഡ് എന്ന് പറയുന്ന ഒരു കോഡിംഗ് പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളത്, അതായത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്മിറ്റർ സൈഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ പറയുന്നത്. എങ്ങനെയൊക്കെ കോഡ് ചെയ്യാം. പിന്നെ നമ്മൾ അതിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ഇക്വാലിറ്റി കണ്ടീഷൻ ഉണ്ട്, ക്രാഫ്റ്റ്സ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഷാനോൺസ് തിയറം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മിങ് ടു സെക്കൻഡ് മൊഡ്യൂൾ വരുന്ന സമയത്ത് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ചാനൽസിനെ കുറിച്ച് പഠിക്കുന്നത്. ചാനൽസ് ഏതൊക്കെ ചാനൽസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ചാനൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മെയിൻ ആയിട്ട് ബൈനറി സിമെട്രിക് ചാനലും ബൈനറി എറേഷ്യർ ചാനലും ആണ് പറയുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ കപ്പാസിറ്റി കാണാൻ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. കപ്പാസിറ്റി കണ്ടുപിടിക്കണം, റേറ്റ് കണ്ടുപിടിക്കണം. ഈ ഏരിയയിൽ നിന്നൊക്കെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല പ്രോബ്ലം
വരുന്ന ഏരിയ തന്നെയാണ് ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളും എന്ന് പറയുന്നത്. പിന്നെ ഒരു തിയറി പാർട്ടായിട്ട് വരുന്ന ഏരിയാസ് ആണ് നമ്മുടെ ഈ മോഡലിംഗ് ഒക്കെ. അതായത് വൈറ്റ് ഗോഷ്യൻ ചാനൽ എന്താണ്, അതിലുള്ള ആവറേജ് പവർ കൺസ്ട്രെയിന്റ്, അതിൻ്റെ ഡെഫിനിഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു തിയറി പോർഷനും കൂടെ വരുന്നതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ. ഓക്കെ, ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെ വേറൊരു ഏരിയ ഉണ്ട്, ഡിഫറൻഷ്യൽ എൻട്രോപ്പി. 2 തിയറംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഷാനോൺ ഹാർട്ട്ലി തിയറം. ഷാനോൺ ഹാർട്ട്ലി തിയറം എപ്പോഴും ചോദിക്കുന്ന ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദി സെക്കൻഡ് മൊഡ്യൂൾ ആണ്. ഒരു എസ് നമുക്ക് അതിന് എക്സ്പെക്ട് ചെയ്യാം. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഹാർട്ട്ലി തിയറത്തിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കാണാറുണ്ട്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതിൽ ഷാനോൺ ഹാർട്ട്ലി തിയറം എന്ന് പറയുന്നത്. ദെൻ ഷാനോൺ ലിമിറ്റ്സ് ഉണ്ട്. എന്താണ് ലിമിറ്റ്, ഷാനോൺ ലിമിറ്റ്, SNR എന്താണ്, പിന്നെ ബാൻഡ്വിഡ്ത്ത് ലിമിറ്റഡ് റീജിയൻസ് ഏതൊക്കെയാണ്, ഷാനോൺ ലിമിറ്റ്സിന്റെ അൾട്ടിമേറ്റ് ലിമിറ്റ്സ് എത്രയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഷാനോൺ ഹാർട്ട്ലി തിയറം, ഷാനോൺ ലിമിറ്റ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ബൈനറി സിമെട്രിക് ചാനൽ, ബൈനറി എറേഷർ ചാനൽ, ഇതിൻ്റെയൊക്കെ കപ്പാസിറ്റി എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക, ഇതിനെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, ഇതൊക്കെയാണ് ആ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞു ഫുള്ള് പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ചാനൽ റിലേറ്റഡ് ആണ്. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് സോഴ്സ് കോഡിങ് പറയുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് കോഡ്സ് എന്നുള്ളതൊക്കെ. അപ്പൊ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ആ കോഡിന്റെ ഒരു എക്സ്പ്ലനേഷനും അതിന്റെ പ്രോബ്ലംസ് ഒക്കെയാണ് പഠിക്കുന്നത്. എസ്പെഷ്യലി ലീനിയർ ബ്ലോക്ക് കോഡ്സ്. ഓക്കെ, ലീനിയർ ബ്ലോക്ക് കോഡ് LBC എന്നാണ് പറയാ. ലീനിയർ ബ്ലോക്ക് കോഡ്സിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. റിങ്, ഫീൽഡ്, പിന്നെ വെക്ടർ സ്പേസസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് നമ്മൾ സെറ്റിലൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്. ലൈക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, കോമ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർട്ടി, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് കോഡ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ബ്ലോക്ക് കോഡ്സിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് ലീനിയർ ബ്ലോക്ക് കോഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടത്, ഇനി നമുക്ക് അതിനെ എങ്ങനെയൊക്കെ ഡീകോഡ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ബ്ലോക്ക് കോഡ്സിൽ തേർഡ് മൊഡ്യൂളിൽ പറയുന്നത്. അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡീകോഡിംഗ് ആണ് സിൻഡ്രോം ആൻഡ് സ്റ്റാൻഡേർഡ് അറേ ഡീകോഡിംഗ്. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സിഗ്നലിൽ എറർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുണ്ടെങ്കിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷനാണ്. ITCന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷനാണ് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പല കാര്യങ്ങളിലും, അതായത് ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനും അത് കറക്റ്റ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലീനിയർ ബ്ലോക്ക് കോഡ്സിൽ പറയുന്നത്. ദെൻ ലീനിയർ ബ്ലോക്ക് കോഡ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു ബ്ലോക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മെട്രിക്സിലാണ്, അല്ലെങ്കിൽ വെക്ടേഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മെട്രിക്സ് ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് മെട്രിക്സ് ആഡ് ചെയ്യുന്നത്, മെട്രിക്സിന് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ പ്യോർലി നമ്മളെ മെട്രിക്സ് എന്ന് പറയുന്നത് 0s and 1s മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ബൈനറീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഐഡന്റിറ്റി മെട്രിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അതർ ദാൻ വാല്യൂസ്, അതർ ഇൻഡിജർ വാല്യൂസ്. ഓക്കെ, ദെൻ ഫോർത്ത് മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് സൈക്ലിക് കോഡ്സ് ആണ്. സൈക്ലിക് കോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലീനിയർ ബ്ലോക്ക് കോഡ്സിനെ റെപ്രസെന്റ് ചെയ്തത് മെട്രിക്സ് ആയിട്ടാണെങ്കിൽ സൈക്ലിക് കോഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പോളിനോമിയൽ വെച്ചിട്ടാണ്. ഓക്കെ, പോളിനോമിയൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. പോളിനോമിയൽ നമുക്കറിയാലോ, ഹയർ പവർ മുതൽ ലോ പവറിലേക്കാണ് നമ്മളൊരു പോളിനോമിയലിനെ റെപ്രസെന്റ് ചെയ്യുക. അതിനൊക്കെ ഓരോ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, കോയിഫിഷ്യൻസും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് പോളിനോമിയലിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. 2 ടൈപ്പാണ് നമ്മൾ പറയാ, സിസ്റ്റമാറ്റിക്കും പറയാറുണ്ട്, നോൺ സിസ്റ്റമാറ്റിക്കും പറയാറുണ്ട്. സിസ്റ്റമാറ്റിക്, നോൺ സിസ്റ്റമാറ്റിക്, ഇത്രയും കാര്യങ്ങൾ ഇതിനെല്ലാം പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ പോളിനോമിയലിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് പോളിനോമിയലിന്റെ ഡിവിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് കുറെ പ്രോബ്ലംസ് അതിൽ ചെയ്യാം. പിന്നെ 3 സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. BCH കോഡ്സ്, റീഡ് സോളമൻ കോഡ്സ് ആൻഡ് ഹാമിംഗ് കോഡ്സ്. ഇതൊക്കെ ഏത് ടൈപ്പ് കോഡ്സ് ആണ്, എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ, എത്രയാണ് ഇതിന്റെ ബിറ്റ് സൈസ് വരിക, എവിടേക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, ഈ ലാസ്റ്റ് വരുന്ന ഹാമിംഗ് കോഡ്, BCH കോഡ്, റീഡ് സോളമൻ കോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, കമ്മിങ് ടു ഫിഫ്ത്ത് മൊഡ്യൂൾ. ഇപ്പൊ ഫോർത്ത് മൊഡ്യൂൾ വരെ നമ്മൾ എൻകോഡിംഗ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക്, അതായത് LBCയിൽ നമ്മൾ അതിന്റെ ഡീകോഡിംഗ് അവിടെ തന്നെ പറയുന്നുണ്ട്.
കൺവല്യൂഷന്റെ ഡീകോഡിങ്, അതായത് 4th മൊഡ്യൂളിലാണ് ഞാൻ കൺവല്യൂഷണൽ കോഡ്സ് പറഞ്ഞത്, പോളിനോമിയൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട്. അതിന്റെ ഡീകോഡിങ് സെഷൻ നമ്മൾ പറയുന്നത് എവിടെയാണ്? 5th മൊഡ്യൂളിലാണ്. അപ്പൊ 5th മൊഡ്യൂളിൽ നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം, ട്രെല്ലിസ് ഡയഗ്രാം, വിറ്റർബി അൽഗോരിതം, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. നമുക്ക് എങ്ങനെയാണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റേനെ നമുക്ക് റിസീവറിൽ അത് ഡീക്രിപ്റ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യണമല്ലോ. നമ്മൾ എങ്ങനെയാണ് അതിനെ ഡീകോഡ് ചെയ്യുന്നത് എന്നുള്ള കോൺസെപ്റ്റുകളാണ് ഇതിൽ പറയുന്നത്. സ്റ്റേറ്റ് ഡയഗ്രാം, വിറ്റർബി ആൻഡ് ട്രെല്ലിസ് ഡയഗ്രാം ഒക്കെ പറയുന്നത്. സിമ്പിൾ ആണ്, വരയ്ക്കാനുണ്ടാവും കുറച്ച് കാര്യങ്ങളൊക്കെ. നമുക്ക് വരച്ച് നമ്മൾ ഡയഗ്രമാറ്റിക്കലി എന്ത് ചെയ്യാം, കോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൽ വരുന്ന വേറൊരു ചെറിയ ഏരിയ ആണ് LDPC കോഡ്സ്. LDPC കോഡ്സിന്റെ അപ്ലിക്കേഷൻസ് എന്താണ്, നമുക്ക് എങ്ങനെയാണ് ഒരു LDPC കോഡ്സിനെ റെപ്രസെന്റ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ്. ഒരു ചെറിയൊരു മൊഡ്യൂളാണ് 5th മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ കംപ്ലീറ്റ് മൊഡ്യൂൾസ് വരുന്നത്. ഓക്കെ, കംപ്ലീറ്റ് മൊഡ്യൂൾസ് വരുന്നത്. പിന്നെ നമുക്ക് ഓരോന്നിനും ഓരോ അപ്ലിക്കേഷൻസ് ആയിട്ട് പറയാനുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന പ്രോബബിലിറ്റി, എൻട്രോപ്പി, ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മെയിൻ ആയിട്ട് നമ്മൾ അനലിറ്റിക്കൽ മാത്തമാറ്റിക്കൽ സ്കില്ലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അല്ലെ? മാത്തമാറ്റിക്കൽ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും പ്രോബ്ലം സോൾവിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അതിൽ ഡാറ്റ കംപ്രഷൻ, വീഡിയോ കംപ്രഷൻ, അല്ലെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ നമുക്ക് എന്തുണ്ട്, ഈ പ്രോബബിലിറ്റീസിന്റെയും എൻട്രോപ്പീസിന്റെ ഒക്കെ യൂസസ് വരുന്നുണ്ട്. രണ്ടാമത്തേത് നമ്മൾ പറയുന്ന സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ചാനൽസ് പറഞ്ഞു, റേഷ്യോ ചാനലും സിമെട്രിക് ചാനലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് മോഡൽ ചെയ്യാനും അങ്ങനത്തെ ഫോക്കസ് സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ വയർലെസ്സിൽ നമ്മൾ ഒപ്റ്റിക്കലില്, വൈഫൈയില്, ഇങ്ങനത്തേലൊക്കെ നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ ലീനിയർ ബ്ലോക്ക് കോഡ്സ്, തേർഡ് മൊഡ്യൂൾ നമുക്ക് മെയിൻ ആയിട്ട് കോഡിംഗ് റിലേറ്റഡ് ആണ്. അപ്പൊ ഡാറ്റ കറക്ഷൻ ആൻഡ് ഡാറ്റ ഡിറ്റക്ഷൻ ആണ് വരുന്നത്. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റയിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, എറർ ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ ആ എറേഴ്സ് ഹൗ വി ക്യാൻ റിമൂവ് ദാറ്റ് എറേഴ്സ്, അല്ലെങ്കിൽ ഹൗ വി ക്യാൻ കറക്റ്റ് ദി എറേഴ്സ്, അതാണ് നമ്മൾ ഡാറ്റ ഡീക്രിപ്ഷൻ അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷനിലൊക്കെ പറയുന്നത്. അപ്പൊ അത് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഏകദേശം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സ്പേസ്, എയറോസ്പേസ് ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് എറേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യണമെങ്കിലോ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് കോഡ്സിൽ, ലീനിയർ ബ്ലോക്ക് കോഡ്സിൽ വരുന്നത്. ഇത് കമ്മിങ് ടു ദ 4th മൊഡ്യൂൾ, സൈക്ലിക് കോഡ്സ്. സൈക്ലിക് കോഡ്സ് എന്ന് പറയുമ്പോൾ സൈക്ലിക് കോഡ്സിൽ നമ്മളെ 4th മൊഡ്യൂൾ ഞാൻ പറഞ്ഞ സൈക്ലിക് കോഡ്സ് 5th മൊഡ്യൂളാണ് ഞങ്ങളുടെ കൺവല്യൂഷണൽ കോഡ്സ്. അപ്പൊ സൈക്ലിക് കോഡ്സിൽ പോളിനോമിയൽ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് കൺവല്യൂഷണൽ കോഡ്സിലാണെങ്കിൽ നമ്മൾ അതിനൊരു മെമ്മറി കൂടെ പറയാനുണ്ട് കേട്ടോ. അതായത് ഒരു മെമ്മറി, ഇതുവരെ പറയുന്ന ലീനിയർ ബ്ലോക്ക് കോഡ്സിനും സൈക്ലിക്കിനും നമ്മൾ മെമ്മറി എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നില്ല, കാരണം സ്റ്റോറേജ് ഇല്ല. കൺവല്യൂഷണൽ കോഡ്സിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. മെമ്മറി എന്ന് പറയുന്ന ഒരു ടേമും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. പോളിനോമിയൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് കൊടുക്കുക, ബട്ട് ദർ ഇസ് സം മെമ്മറി. അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കൺവല്യൂഷണൽ കോഡ്സ് വരിക. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലും മെമ്മറി സിസ്റ്റത്തിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും വയർലെസ്, സ്പേസ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ എല്ലാ ഏരിയയിലും ഏകദേശം റോള് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് നമ്മുടെ ITC എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. സോൾവ് ചെയ്യാനും കാൽക്കുലേറ്റർ മാൻഡേറ്ററി ആണ്. നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ ഇസ് മാൻഡേറ്ററി ഫോർ ഓൾ ദ മൊഡ്യൂൾസ്. കാരണം എസ്പെഷ്യലി ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പ്രോബബിലിറ്റീസ് ഒക്കെ ഡെസിമൽ ആയിട്ടാണ് തരിക. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്റർ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഔട്ട് ഓഫ് 150 നമുക്ക് 100 മാർക്സ് എക്സ്റ്റേണൽ എക്സാമും 50 മാർക്സ് ഇന്റേണൽ ഇവാലുവേഷൻ ആയിട്ടായിരിക്കും വരിക. സോ ഇത്രയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ താങ്ക് യു.